ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله على نبينا محمد وعلى آله ومن تبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت إليه أنيب. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടിയ സമയവും സന്ദർഭവും നാളെ പരലോക രക്ഷയ്ക്കുതകുന്ന അമലായി സ്വീകരിക്കുമാറാകട്ടെ. സ്വർഗത്തിനുതകുന്ന ഒരു കർമ്മം ചെയ്തുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ മുഴുവൻ പാപങ്ങളും പൊറുക്കപ്പെട്ടവരായ നിലയിൽ ഇറങ്ങിപ്പോൾ തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. നമ്മൾ ഇന്നത്തെ വിഷയം റമളാനിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നാണ്. റമളാനിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം. റമളാൻ എന്ന് പറയുന്നത് ഒരു സാധാരണ മാസമല്ല. അള്ളാഹുവിൻ്റെ പ്രത്യേക അനുഗ്രഹം നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിച്ച മാസമാണ് പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായത് ഇത് ക്ഷമയുടെ മാസമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരൊക്കെ മാറാനുള്ള നല്ലൊരു അവസരമാണ്. സ്വന്തത്തെയും കുടുംബത്തെയും സമൂഹത്തെയും എല്ലാം മാറ്റിയെടുക്കുവാനുള്ള നല്ലൊരു അവസരമാണ്. വിശുദ്ധ ഖുർആൻ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം, ആ ഗ്രന്ഥം ഇറങ്ങിയ മാസം കൂടിയാണ് റമളാൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളും വിശേഷണങ്ങളുമുള്ള മാസമാണ് റമളാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മാസത്തിൽ ഒരുങ്ങിയിട്ടുണ്ടോ അതിനു വേണ്ടി എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒരു നോമ്പുകാരൻ, അവനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വിശ്വാസി, ദിവസങ്ങളോളം ഈ ഒരു വർഷം, കഴിഞ്ഞ വർഷം നോമ്പ് കഴിഞ്ഞതു മുതൽ ആ നോമ്പാകാൻ വേണ്ടി ആ അതിഥിയെ കാത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും എന്നാണ് നോമ്പ് എന്ന് ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുന്നു. എന്നാൽ അവിശ്വാസി അല്ലെങ്കിൽ മനസ്സിൽ രോഗമുള്ള ആളുകൾ നോമ്പ് എന്ത് ചൂടിലാണ് വരുന്നത്, എന്ത് പ്രയാസമാണ്, അതിനെക്കുറിച്ച് ശപിച്ചുകൊണ്ടും പ്രയാസപ്പെട്ടുകൊണ്ട് പറയാം. എന്നാൽ യഥാർത്ഥ വിശ്വാസമില്ലാത്ത ആളുകൾ എന്നർത്ഥം. എന്നാൽ ശക്തമായ വിശ്വാസം നേടിയെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വലിയ സന്തോഷമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ആർക്കുമില്ലാത്ത പ്രത്യേകത നോമ്പുകാർക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. നോമ്പുകാരൻ്റെ വായ പോലും, അതിൻ്റെ ഗന്ധ പോലും അള്ളാഹുവിനടുക്കൽ മിസ്കിൻ്റെ നല്ല ഗന്ധമായിരിക്കും, നല്ല സുഗന്ധമായിരിക്കും ഉണ്ടായിരിക്കുന്നതാണ്. മിസ്കായിരിക്കും, കസ്തൂരി ആയിരിക്കുമ്പോൾ അത്രമാത്രം നല്ല വാസനയായിരിക്കും അള്ളാഹിൻ്റെ അടുക്കൽ ഉണ്ടാകുന്നതാണ്. മാത്രമല്ല, നോമ്പുകാരന് നോമ്പ് തുറക്കുന്നത് വരെ, നോമ്പ് തുടങ്ങിയത് മുതൽ മലക്കുകൾ പറയും അല്ലാഹു മഗ്ഫിർലഹു, അള്ളാഹുവെ അവന് പുറത്തു കൊടുക്കണേ, അവന് കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അത് നോമ്പുകാരന് മാത്രം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഈ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വർഗം അലങ്കരിക്കും. സ്വർഗം ഇങ്ങനെ ഉഷാറാക്കി വെക്കും അള്ളാഹു എന്ന് പറയും. ഓരോ ദിവസം ആ സ്വർഗത്തിങ്ങനെ അലങ്കരിച്ചു കൊണ്ട് പറയും, എൻ്റെ സൽവൃത്തരായ എൻ്റെ യഥാർത്ഥ ദാസന്മാർക്ക് വരാനുള്ള, നിന്നിലേക്ക് വരാൻ വേണ്ടി അവർ ഒരുങ്ങിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ സ്വർഗം അള്ളാഹു വിശ്വാസികൾക്കാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഈ സമയമാകുമ്പോൾ ശൈത്താനെ അള്ളാഹു ബന്ധിച്ചു വെക്കും. എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തിക്ക് കൂടുതൽ അവസരം ഉണ്ടാവും, പൈശാചിക പ്രവർത്തനങ്ങൾക്ക് അവസരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പിശാചിനെ അടക്കി വെക്കുമെന്ന് പറയാൻ കാരണം. സ്വർഗത്തിൻ്റെ വാതിലുകളെല്ലാം തുറന്നു വെക്കുന്ന സമയമാണിത്.
1000 മാസത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ മികച്ച ഒരു രാത്രി, എത്ര ആയുസ് നമ്മൾ പണിയെടുത്താലും കിട്ടാത്ത ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു വലിയ കാര്യമാണ് ആ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ റമദാനിലെ ഓരോ ദിവസവും, ഇപ്പോൾ സാധാരണ നമ്മളെ ആളുകൾ പറയാറുണ്ട്, റമദാൻ അവ്വലുഹു റഹ്മ, ഔസതുഹു മഗ്ഫിറ, ആഖിറുഹു ഇത്ഖു മിനന്നാർ. എല്ലാ പത്തിലും റഹ്മത്താണ്, എല്ലാ പത്തിലും മഗ്ഫിറത്താണ്, എല്ലാ പത്തിലും ഇത്ഖു. അതാണ് വിശ്വാസിനെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയ സന്തോഷ വാർത്ത. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 മാത്രമല്ല റഹ്മത്ത്, എല്ലാ 10ലും 3 10ലും റഹ്മത്താണ്. രണ്ടാമത്തെ 10 മാത്രമല്ല, എല്ലാ 10ലും മഗ്ഫിറത്താണ്, പാപമോചനാണ്. അപ്പോൾ എല്ലാ രാത്രിയിലും അള്ളാഹു നോമ്പുകാരൻ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടിരിക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാ രാത്രിയും അത് സംഭവിക്കുന്നുണ്ട്. അത് റമദാനിൽ മാത്രമേ ഉള്ളൂ. മറ്റുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം 2 ദിവസങ്ങളിലാണ് ഉണ്ടാകുക. ഒന്ന് വെള്ളിയാഴ്ച രാവും, അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവും. ആ 2 ദിവസത്ത് സ്വർഗത്തു നിന്ന് നരകത്തേക്ക് പിടിച്ചിടും, ചില ആൾക്കാരെ നരകത്തു നിന്ന് സ്വർഗത്തേക്കും പിടിച്ചിടും. അതുവരെയുള്ള അവരുടെ പ്രവർത്തനങ്ങളനുസരിച്ചായിരിക്കും. എന്നാൽ നോമ്പ് കാലത്ത് എല്ലാ സമയങ്ങളിലും ആളുകളെ സ്വർഗത്തിലേക്ക് അള്ളാഹു ഒരാളെ എന്തെങ്കിലും ചാൻസിട്ട് സ്വർഗത്തിലേക്ക് അവരെ നയിക്കാൻ പറ്റുന്ന മാസമായിട്ടാണ്, ദിവസമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ അതിന് അർഹരാണോ എന്നുള്ളതാണ്. നമ്മൾ നോക്കി, നോമ്പുകാലത്ത് ഉറങ്ങിയാൽ പോലും കൂലിയാണ്. അതെഴുതിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉറങ്ങി നഷ്ടപ്പെടുത്തല്ല വേണ്ടത്. അപ്പോൾ സാധാരണ നമ്മൾ കൈലൂലത്തിൻ്റെ ഉറക്കുണ്ട്, കൈലൂലത്തിൻ്റെ ചെറിയ ഉറക്ക്, കൊച്ചുറക്കം, അത് ളുഹാ നിസ്കാരത്തിൻ്റെ സമയത്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഉറങ്ങിയ കൂലിയാണ്. ശരി, ഉച്ചയ്ക്ക് ശേഷമല്ല, ളുഹറിന് ശേഷമല്ല. നമ്മൾ ളുഹാ നിസ്കാരത്തിൻ്റെ സമയം തുലുവായി ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഉറങ്ങിയാൽ അതിന് കൂലിയാണ്. അത് റമദാനിലാകുമ്പോഴോ വളരെ വലിയ കൂലിയാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ഉറങ്ങുന്ന സമയം അത്രയും കൂലി എന്നല്ല, ഉറങ്ങാം, ഒരു വിശ്രമം, അതിനുപോലും വിശ്വാസികൾക്ക് കൂലി കിട്ടുമെന്നാണ്. അപ്പോൾ മൊബൈലുകളൊക്കെ നമ്മൾ പാകത്തിന് ഉപയോഗിക്കേണ്ട സമയമാണിത്. സമയം വളരെ വിലപ്പെട്ട, ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. കാരണം നമ്മളെ ജീവിതം മാറ്റാനുള്ള സമയമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഓരോ സമയവും നിങ്ങൾ നോക്കി, റമദാൻ വന്ന ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത മിണ്ടാതെ കണീനാണ്. മിണ്ടാതെ നിൽക്കണവും തസ്ബീഹിൻ്റെ കൂലിയാണ്. വർത്താനം ഇങ്ങനെ സർവറ ആവശ്യമില്ലാത്ത വർത്താനം, നമ്മൾ ഏത് സംസാരിക്കുമ്പോഴും നാളേക്ക് വേണ്ടി അതിനൊരു ഉത്തരം കാണാതെ നമ്മൾ പറയും. അങ്ങനെ സംസാരിക്കാൻ പാടില്ല. ഏത് സംസാരിക്കുകയാണെങ്കിലും നാളെ എന്തിനാണ് സംസാരിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുങ്ങുന്ന ഈ പരിശുദ്ധ റമദാൻ, ഈ അതിഥിയെ സ്വീകരിക്കുവാൻ നമ്മൾ ഒരുങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഇനി ആരെങ്കിലും തൗബ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ, പശ്ചാത്തപിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ സമയമുണ്ട്. നമ്മൾക്ക് അള്ളാഹു ഇതിലേക്ക് നമ്മൾ എത്തിച്ചു കഴിഞ്ഞു. സ്വലാത്ത് തൗബ എന്ന് പറയുന്ന നിസ്കാരമുണ്ട്. എന്നും എപ്പോഴും നിസ്കരിക്കാൻ പറ്റും നിസ്കാരമാണ്. അതായത് രാത്രിയിൽ നമ്മൾ കടന്നുറങ്ങുന്നതിന് മുമ്പ്, തൊട്ട് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരത്തെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ്, വലദത്തു ഉമ്മുഹു എന്നാണ് പറഞ്ഞത്. ഉമ്മ അവനെ പ്രസവിച്ച അന്നത്തെ രാത്രി എത്രമാത്രം പരിശുദ്ധിയാണോ അന്നത്തെ ദിവസം അത്രമാത്രം പരിശുദ്ധിയായിരിക്കും അവനുണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ അവൻ അത് മുഖേന മരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ. അപ്പോൾ 2 റക്അത്ത് സാധാരണ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുകയും സലാം വീട്ടുന്നതോടുകൂടി മുഴുവൻ പാപങ്ങളും ഓർക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് യഥാർത്ഥമായ തൗബയായിരിക്കണം, സത്യസന്ധമായ തൗബയായിരിക്കണം. കുറേ തൗബയും പിന്നെയും തെറ്റിയും, കുറേ തൗബയും പിന്നെ തെറ്റിയും, മനുഷ്യന്മാരറിയാതെ തെറ്റ് വരും എന്നും അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലൊരു തെറ്റ് പോലും ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിവസത്തിൽ 100-ലേറെ പ്രാവശ്യം തൗബ ചെയ്തിരുന്നു. അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി, അതാണ് തൗബയുടെ ഏറ്റവും കുറഞ്ഞ ലഫ്ള്, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി. അത് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ അഖിലവും പൊറുക്കും. അപ്പോൾ ഈ റമദാൻ നമുക്ക് കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകണം. നമ്മളൊരു വ്യത്യസ്തമായ മനുഷ്യനായി നമുക്ക് തോന്നണം. നമ്മൾ അമലിൽ വർധനവ് വേണം. ഓരോ സമയവും നമുക്ക് പ്രയോജനകരമാകണം. അപ്പോൾ വിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ നിസ്കാരം, ദുആ, സദഖ, ഇതെല്ലാം നമുക്ക് അതെല്ലാം കൊണ്ട് ഈ മാസത്തെ നിറക്കണം. നമ്മൾ ഈ മാസത്തിൽ മുഴുവൻ ഇത്തരം നല്ല കാര്യങ്ങൾ ധാരാളമായി ചെയ്യണം.
അള്ളാഹുവിനോട് പറയണം, റമദാനിൽ നല്ല രീതിയിൽ അമലുകൾ ചെയ്യാൻ എന്നെ സഹായിക്കണമേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നോക്കി നിങ്ങൾ, റമദാനിലെ പ്രാർത്ഥന അർശത്തട്ടുന്ന പ്രാർത്ഥനയാണ്, അള്ളാഹ് സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം രാത്രിയേക്കാളും ശ്രേഷ്ഠത എപ്പോഴാണ്? പകലാണ്. കാരണം പകലിലുള്ള അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. 3 ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് പറഞ്ഞത് ഒന്ന് ഇന്ദ സ്വായിമാണ്, നോമ്പുകാരൻ്റെ പ്രാർത്ഥനയാണ്. അപ്പോൾ നോമ്പ് നോറ്റുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഒരു ജുസുവെങ്കിലും മോദാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഖത്തം തീർക്കുക എന്നുള്ള നിലക്കല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റ അൽ ഖുർആന ഫീ കുല്ലി ഷഹർ, മാസത്തിലൊരാവർത്തി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. നമുക്ക് 5 വക്തിൽ 2 പേജ് ഓതിയാൽ മതി. 5 വക്തിൽ 2 പേജ് ഓതിയാൽ നമുക്ക് ഒരു പേജ് തന്നെ 2 പുറം, അങ്ങനെ 10 പേജ് ഓതിയാൽ 20 പുറമായി. 5 വക്തിൽ 2 പേജ് ഓതുകയാണെങ്കിൽ 4 പുറം ഓതുകയാണെങ്കിൽ 14 20 10 പേജ് നമ്മൾ ഓതും. 5 വക്തിന് 2 പേജ് ഓതിയാൽ 10 പുറം, 20 പുറം, 10 പേജ്. അങ്ങനെ 10 പേജ് പറഞ്ഞാൽ അപ്പുറത്തുള്ള ഒരു പേജ്, അങ്ങനെ 10 പേജ് നമ്മൾ ഓതിയാൽ ഒരു ജുസ് നമുക്ക് ഓതാൻ കഴിയും. അപ്പോൾ ഒരു വർഷത്തിൽ അല്ല, ഒരു മാസത്തിൽ ഒരു ആവർത്തി വിശുദ്ധ ഖുർആൻ ഓതുന്നവരായിരിക്കണം എല്ലാ ദിവസവും. എന്നാൽ ഈ സമയത്ത് മൊബൈലിന് ടൈമൊക്കെ കുറക്കുക, ഒരു വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നോമ്പിന് എല്ലാ നിലക്കും മറ്റുള്ള കർമ്മങ്ങളെക്കാളൊക്കെ മഹത്വം ഏറെയാണ്. അതുകൊണ്ടാണ് അള്ളാഹു എല്ലാ കർമ്മത്തിനും അത് തന്നെയാണ് പ്രതിഫലം കൊടുക്കുന്നത്. എന്നാൽ അള്ളാഹ് പറയാം, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് ഞാനാണ് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളതിനൊക്കെ പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ന അത് ഇരട്ടിയാക്കും. പക്ഷെ ഇതിന് ഇരട്ടിയല്ല, കണക്കില്ലാതെയാണ് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത്. അത് നോമ്പിന് മാത്രം പ്രത്യേകതയാണ്. അപ്പോൾ നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം 2 സന്തോഷങ്ങൾ അവർ ലഭിക്കും. ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത്, മറ്റൊന്ന് റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ. അതുപോലെ തന്നെ ആ നോമ്പ് ശരിയായ നോമ്പായിരിക്കണം. നോമ്പ് എന്തെങ്കിലും നിലക്കുള്ള നമ്മുടെ സംസാരം, മോശപ്പെട്ട സംസാരങ്ങളൊന്നും ആ നോമ്പ് മുറിഞ്ഞു. ഒരാളൊരു കളവ് പറഞ്ഞു, കച്ചവടക്കാരാണെങ്കിൽ ആ കച്ചവടത്തിനൊരു കളവ് പറഞ്ഞു, ആ നോമ്പ് മുറിഞ്ഞു, അവനൊന്നും നോമ്പില്ല. അതുപോലെ തന്നെ ഒരാളെ ചീത്ത പറഞ്ഞു, അത് നമ്മൾ ഗൗരവത്തോടുകൂടി കാണാറില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നോമ്പ് അള്ളാഹ്ക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അവൻ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും ഒഴിവാക്കി, വേറൊന്നും അവൻ നേടില്ല എന്നാണ് പറഞ്ഞത്. അത് ഒഴിവാക്കി, ആ ഒന്നല്ലാതെ അവന് വേറൊന്നും ലഭിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ കളവ് പറയാൻ പാടില്ല, അതുപോലെ തന്നെ മോശപ്പെട്ടത്. അതുകൊണ്ടാണ് നാവിൻ്റെ നോമ്പ് എന്ന് പറയാൻ കാരണം. നാവിൻ്റെ നോമ്പാണ് നമ്മൾ നോക്കുന്നത്. നാവ് കൊണ്ടൊന്നും പറയാൻ പാടില്ല, മിണ്ടാതെ അതാണ് നോമ്പ് കൊണ്ട് നമ്മൾ പരിശീലിക്കുന്നത്. ചെവിയുടെ നോമ്പ് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ചെവി കൊണ്ട് നോക്കി മ്യൂസിക്കും ഇത് നമ്മൾ തുറക്കുമ്പോൾ തന്നെ കാണലില്ലേ, ഹറാമല്ലേ കാണുന്നത്. നമ്മളെങ്ങനെ കാണാന്ന് വിചാരിച്ചാലും ഈ ഫോണുകളൊക്കെ തുറന്നാലും കാണാൻ വിചാരിക്കാത്തത് നമ്മൾ കാണും. അതിന് വലിയ തെറ്റല്ലേ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെ ചരിത്രത്തിൽ അവിടെ വായിച്ചത് ഓർക്കണം. എന്താണെന്നറിയാം, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറയാം, ആരെങ്കിലും അബദ്ധവശാൽ മ്യൂസിക് കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ, എപ്പോഴെങ്കിലും മ്യൂസിക് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായാൽ ആദ്യമൊന്ന് ഷഹാദത്ത് ചൊല്ലണമെന്നാണ്. അത്രമേൽ ഗൗരവമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ ആ മ്യൂസിക് മുസ്ലിം കേൾക്കൂല, അവിശ്വാസിയെ കൊണ്ടേ കേൾക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് അത്രയും ഗൗരവമുള്ള കാര്യമാണ്. ചെവിയെ നിയന്ത്രിക്കണം. അതുപോലെ തന്നെ ഹൃദയത്തിനായിരിക്കണം നോമ്പ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നോമ്പ് നോറ്റുകൊണ്ടിരിക്കലും അശ്ലീലം സംസാരിക്കാൻ പാടില്ല, മോശപ്പെട്ട് സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ആരെയും ശപിച്ചുകൊണ്ട് പറയാൻ പാടില്ല. ഞാൻ നോമ്പിലാണ് എന്ന് പറയുന്നത് കൂലിക്കുന്നു. ഒരാൾ ചൂടായി നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചു, അപ്പോൾ ഇനി സ്വായിമ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞാൽ അതിന് ഓന് കൂലുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരാൾ നോമ്പ് വെക്കുമ്പോഴേ വെറുതെ നോമ്പോറ്റ കൂലിട്ടില്ല. നോമ്പോറ്റ വെറുതെ മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ, 2 കാര്യങ്ങളും അവൻ്റെ അടുത്ത് വേണം. 2 കാര്യങ്ങൾ വേണം. മൻ സ്വാമ റമളാന ഈമാനൻ, ഈമാൻ വേണം, വിശ്വാസമാണ്. വഹ്തിസാബൻ, പ്രതിഫലം കിട്ടണം എന്നുള്ള വിചാരം വേണം. ഈ 2 വിചാരം ഉണ്ടെങ്കിലാണ് അവൻ്റെ പാപങ്ങളൊന്നും കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. നോമ്പ് നോറ്റവനെ കണ്ടറിയണം, ക്ഷീണം കൊണ്ടല്ല. അവൻ ഭൂമിയിലൂടെ
വിനയത്തോടുകൂടി നടക്കുള്ളൂ. രാത്രി നിസ്കാരത്തിലായിക്കൊണ്ടേയിരിക്കും അവൻ. അതൊക്കെ പൂർവ്വസൂരികളായ ആളുകളൊക്കെ ഇനി വളരെയധികം ശ്രദ്ധിച്ചിരുന്നതാണ്. മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കാരം ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ രാത്രി ദീർഘമായ സമയം നിസ്കരിച്ചിരുന്ന ആളുകളായിരുന്നു സലഫുകളെല്ലാവരും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി പകുതിയായ കുടുംബത്തിനൊക്കെ വിളിച്ചോണ്ട്, റമദാനല്ല, സാധാരണ സമയത്തല്ല, നിസ്കാരം 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 എന്നിങ്ങനെ പറയുന്നു. എന്നിട്ട് തൻ്റെ കുടുംബത്തോട് നിസ്കാരത്തെക്കുറിച്ച് കൽപ്പിക്കുക എന്ന ആയത്ത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ, അധികവും രാത്രി മുഴുവൻ നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ തലൻ്റെ ഉള്ളിൽ നമ്മൾ കയറ്റി വെച്ചേക്കണം എന്താണറിയോ, നമ്മൾ ആകെ 11 റക്അത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് കയറ്റി വെച്ചുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. റമദാനിലോ അല്ലാത്ത സമയത്തോ അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്റാകട്ടെ, തറാവിയാകട്ടെ, ഖിയാമുൽ ലൈലാകട്ടെ 11 റക്അത്ത് നിസ്കരിച്ചുള്ളൂ. എണ്ണം വെച്ചുകൊണ്ട് നിസ്കരിക്കണേ 11 റക്അത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ. എണ്ണം വെച്ചുകൊണ്ട് നിസ്കരിക്കണേ 11 റക്അത്ത് നിസ്കരിക്കാൻ പാടുള്ളൂ. എന്നാൽ എണ്ണല്ലാതെ എത്ര നിസ്കരിക്കാം, സുന്നത്തുകൾ എത്ര നിസ്കരിക്കാം. ഒരാൾ 11 റക്അത്ത് നിസ്കരിച്ച് പോയാൽ പിന്നെ അയാൾ കടന്നുറങ്ങിയാൽ നീച്ചാൽ അയാൾക്ക് പൂതിയാണെങ്കിൽ പിന്നെ നിസ്കരിക്കാം. ഈ രണ്ട് എത്ര നിസ്കരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരു റക്അത്തിൽ തന്നെ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാറുണ്ടായിരുന്നു എത്രയോ സുഹൃത്ത്. അപ്പോൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരാഴ്ച കൊണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത് തീർക്കും. സൂറത്തുൽ ഫാത്തിഹ മുതൽ മാഇദ വരെ ഒരു റക്അത്തിലൊക്കെ അത്രമാത്രം ദീർഘമായിരുന്നു അവിടെയൊക്കെ നിസ്കാരം കാര്യങ്ങളൊക്കെ എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയാൻ നല്ല സുഖകാരം, പക്ഷേ ചെയ്യാൻ കഴിയുന്നവർക്കൊക്കെ ചെയ്യാം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞോളുന്നില്ല. രോഗമുള്ള ആൾക്കാരുണ്ടാവും, പ്രയാസമുള്ള ആൾക്കാരുണ്ടാവും. എന്നാൽ യുവത്വത്തിൽ ചെയ്യുന്ന ആൾക്കാർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സാധിക്കുന്ന സമയത്ത് അതിൻ്റെ പരിപൂർണമായ പ്രതിഫലം അവർക്ക് കിട്ടുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തറാവീഹിൽ മുഴുവനായി നമ്മൾ പങ്കെടുത്താൽ രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം നമുക്ക് കിട്ടും. അധികമായി വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്താൽ ഓരോ ഹർഫിനും കിട്ടുന്ന പ്രതിഫലമുണ്ട്. ഇസ്തിഗ്ഫാറും ദുആയും നമ്മൾ അധികരിപ്പിക്കണം. സദഖ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, എന്തെങ്കിലും സദഖ കൊടുക്കുക, കുറഞ്ഞ കൊടുത്താലും മതി. അതിലൊക്കെ നമ്മൾ താല്പര്യപ്പെടണം. ഓരോ ദിവസവും നമ്മുടെ കണ്ണിന് നോമ്പുണ്ടോ, നാവിന് നോമ്പുണ്ടോ, അതുപോലെ തന്നെ കയ്യിന് നോമ്പുണ്ടോ, കാലിന് നോമ്പുണ്ടോ എന്ന് നമ്മളിങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കണം. ഈ സലഫുകളായ ആളുകളുടെ ചില കാര്യങ്ങളോട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കണം. വളരെ കുറഞ്ഞ് മാത്രമേ ഇന്ന് സംസാരിക്കണുള്ളൂ. ഇൻഷാ അല്ലാഹ് നാളെ മുതലൂടെ സെറ്റാവുമെന്നാണ് വിചാരിക്കണം. ഇന്ന് രാത്രിയോടുകൂടെ സ്ത്രീകൾക്ക് വേറെ സൗകര്യം നമ്മൾ ചെയ്യും. രാത്രി പണി ഉണ്ടാവും. പിന്നെ ഇന്ന് കുറച്ച് വിഷമം നേരിട്ടാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ആദ്യത്തെ ദിവസമല്ലേ, നമ്മളൊന്ന് റെയിൽമേ കയറാണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ ഇതിൽ നമുക്ക് ഒക്കെ അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ എങ്കിലും ഏകദേശമൊക്കെ സെറ്റാവും ഇല്ല. പിന്നെ നമ്മൾ ദുന്യാ കാര്യങ്ങൾ പ്രധാനമായും റമദാനിൽ കുറച്ച് കുറക്കുക. ദുന്യാവിൻ്റെ കാര്യങ്ങളെ ഇതെത്ര മറ്റേ കാര്യങ്ങൾ. പൂർവ്വസൂരികളായ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ റമദാനിന് വേണ്ടി പ്രത്യേകം പ്ലാൻ ചെയ്യുന്നു. റമദാൻ വേറെ പണി ചെയ്യുന്നു. അതുവരെയുള്ള സമയത്ത് റമദാനും കൂടെ ജീവിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കും. എന്നിട്ട് അന്നെന്ത് ചെയ്യും, ആ സമയത്ത് അതിൻ്റെ പണികളൊക്കെ ചെയ്യും. മഹാനായ തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ ഒരേ ആയത്തിനെ ഇങ്ങനെ ആവർത്തിച്ച് ഓതിക്കൊണ്ട് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയത്തുകൾ കുറേ വായിച്ചിട്ട് ഒരു ഖത്തം, 2 ഖത്തം തീർത്തു, 3 ഖത്തം തീർത്തു, അതിനു വേണ്ടി തൃപ്തിപ്പെടാൻ പാടില്ല. കുറച്ച് ഓതിയാലും അതിൻ്റെ ഓരോന്നിനും ഹക്ക് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ പാരായണം ചെയ്യുന്നത്. വേഗത്തിൽ ഓതിപ്പോയി ഞാൻ 1 ഖത്തം തീർത്തു 2 ഖത്തം തീർത്തു എന്ന് പറയുന്നതിലേറെ ഈ രീതിയും സ്വീകരിക്കാമെന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സഹാബാക്കളൊക്കെ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ ചില ആൾക്കാർ വടിയേറ്റ് വന്നിരുന്നു, 3 വടിയേറ്റ് വന്നു. എല്ലാത്തിനും അതേറ്റ് വരേണ്ട ആവശ്യമില്ല. ഇവിടെ 1 മണിക്കൂർ നിസ്കാരമുള്ളൂ. വീട്ടിലൊക്കെ നിസ്കരിക്കുമ്പോൾ ഒരു താങ്ങിങ്ങനെ കൊടുക്കും, തൂണൊരു കയറിങ്ങനെ തൂക്കിടും, നമ്മൾ പിടിച്ച് നിസ്കരിച്ചിരുന്നു. അത്രയും ദീർഘമായി നിസ്കരിച്ചിരുന്നു. നമുക്ക് ആരോട് സുഖമില്ല, കൈകൊണ്ട് സുഖമില്ല, നമുക്ക് എന്തെല്ലാം ന്യായങ്ങൾ പറയേണ്ട അവരൊക്കെ അത്രയും നമ്മളെപ്പോലെ ജീവനും ആരോഗ്യം അതുപോലെ തന്നെ പിന്നെ രക്തം മാംസമൊക്കെ ഉള്ള ആൾക്കാരനുള്ളവരുണ്ട്. അവരൊക്കെ ഇതുപോലെ ചെയ്തിരുന്നു. പക്ഷെ അവരെ അത്ര നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല.
അവരൊരു അംശമെങ്കിലും നമുക്ക് ചെയ്യാൻ ശ്രമിക്കാമല്ലോ എന്നാണ്. അപ്പോൾ ഇമാമിനോടൊപ്പം രാത്രി മുഴുവൻ നിസ്കരിക്കണമാണ് ഏറ്റവും ശ്രേഷ്ഠത. ഒരാൾക്കാർ ഇവിടെ നിസ്കരിക്കും, ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ മുഴുവനായി നിസ്കരിച്ച് പോയിട്ട് പിന്നെ വീടിൻ്റെ എത്ര മണി നിസ്കരിക്കാം, കണക്കില്ലാത്ത നിസ്കരിക്കാം. ഇനി തറാവീഹ് പറഞ്ഞാലേ പെട്ടെന്ന് നിസ്കരിച്ച് പോകാനുള്ളതല്ല, അതിനാണ് ഈ പള്ളിക്ക് വരേണ്ടത്. ഉണ്ടാ ദയവ് ചെയ്ത് ആരും തറാവീഹ് എന്ന് പറഞ്ഞാൽ വിശ്രമിച്ച് ആസ്വദിച്ച് എല്ലാം കുറച്ച് ത്യാഗമൊക്കെ സഹിച്ച് നിസ്കരിക്കാനുള്ളത്. അതിനുള്ളത് സുന്നത്താക്കി നിർബന്ധമല്ലല്ലേ, ആവശ്യമുള്ളവർ വന്നാൽ മതിയല്ലോ. ഒരു 1:05 1 മണിക്കൂർ 5 മിനിറ്റ് ഏറിയാൽ നമുക്ക് ഒച്ചപ്പാടുണ്ടാക്കണം. കമ്മിറ്റിക്കാർ കുടിച്ച് തിരിച്ചുവിടും. അതല്ല, അത് ഓരോ നാട്ടിലും സന്ദർഭത്തിനും സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ ചില ആൾക്കാർ പറയും വയസ്സന്മാരുണ്ട്, കുട്ടികളുണ്ട്, അവർക്ക് അത് നിസ്കരിച്ചവർക്ക് പോകാം, ബൈക്കിന് നിസ്കരിച്ചവർക്ക് പോകാം. അപ്പോൾ 1 മണിക്കൂറെങ്കിലും മാക്സിമം എല്ലായിടത്തും നിർബന്ധമായിട്ട് അത് ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് നിസ്കരിച്ചില്ല എന്താ നമ്മൾ ചെയ്യണം? അപ്പോൾ സാധാരണ സമയത്തേക്കാൾ കൂടുതൽ നിസ്കരിക്കുക, കൂടുതൽ ദാനം ചെയ്യുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക. അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിനെ കുറിച്ചും സദഖനെ കുറിച്ചും നോമ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. കാറ്റിനേക്കാൾ വേഗതയിലായിരുന്നു ധർമ്മം ചെയ്തിരുന്നത്, ഒന്നുമില്ലാത്ത നബി. നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് നബി ഇങ്ങനെ ചിലപ്പോൾ പത്നിമാരുടെ നിസ്കരിക്കും. അപ്പോൾ അവിടുത്തെ പത്നിമാരിങ്ങനെ മൂക്ക് തപ്പി വെക്കും, രക്തം വരുന്നുണ്ടോന്ന്. പിന്നിൽ പത്നിമാർ നിസ്കരിക്കാണ്ടാവും, അപ്പോൾ ഒരു നോക്കും രക്തം വരുന്നുണ്ടോ. അത്രമാത്രം ദീർഘമായി നിസ്കരിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ സമ്പത്തിൻ്റെയൊക്കെ പകുതി അവർ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ദാനം ചെയ്തിരുന്നു. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമറെ എന്താണ് താങ്കൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ പകുതി ചിലവഴിച്ചിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചപ്പോൾ മുഴുവൻ ചിലവഴിച്ചിട്ടുണ്ട്, ഒന്നും കൂട്ടിയിട്ടില്ല. അങ്ങനെ ഇരുന്നവരൊക്കെ ചിലവഴിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ത്യാഗങ്ങളും അതുപോലെ തന്നെ സമ്പത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ചിലവഴിക്കുന്നതിലുമൊക്കെ അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി റമളാനിൽ നമുക്ക് എല്ലാവർക്കും സഹായ മനസ്ഥിതിയാണ് ഉണ്ടാവേണ്ടത്. വെറും പൈസ കൊണ്ടുള്ള സഹായം മാത്രമല്ല, നമുക്ക് റമളാനിന് അധികം പിരാന്ത് വരിക കാര്യം ചെയ്യാം. പണിക്കാരൊക്കെ വരുമ്പോഴും മറ്റ് ആളുകൾ വരുമ്പോഴും അതുപോലെ നമ്മളെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ കൂടും എല്ലാവരോടും ദേഷ്യം പിടിക്കണേ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത്, നമ്മളെല്ലാവരും കാര്യം പറഞ്ഞത്. പലരും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപഴകും. പക്ഷേ അവിടെയാണ് നമ്മൾ സൂക്ഷ്മത പുലർത്തേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറഞ്ഞതേ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയാണ് റമളാൻ വന്നതെന്നാണല്ലോ. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കുക ഇവിടെ സൂക്ഷ്മതയാണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്. അതുകൊണ്ട് ആ സൂക്ഷ്മത എല്ലാ കാര്യങ്ങളിലും, സ്വഭാവത്തിൽ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പല ആൾക്കാരും സംസാരത്തിൽ കുറേ അബദ്ധങ്ങൾ പറയാറുണ്ട്. റമളാനെ കുറിച്ച് തന്നെ പറയുമ്പോൾ എല്ലാ പോസ്റ്ററുകളും കണ്ടിട്ടുണ്ടാവും റമളാൻ കരീം എന്ന്. വലിയ തെറ്റാണ് പറഞ്ഞത്. റമളാൻ കരീം, റമളാനായ എല്ലാവർക്കും മെസ്സേജ് അയക്കും റമളാൻ കരീം എന്നുള്ളത് അള്ളാൻ്റെ പേരാണ്. റമളാൻ മുബാറക്ക് എന്നാണ് പറയേണ്ടത്. ചില കടകളിലൊക്കെ എപ്പോഴും പരസ്യം ഉണ്ടാവും. കഴിഞ്ഞ വർഷമൊക്കെ പ്രത്യേകിച്ച് പരസ്യം എപ്പോഴും ഉണ്ടാവും റമളാൻ കരീം എന്നുള്ളത്. റമളാൻ മുബാറക്ക് എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ റമളാനിൽ പിന്നെ നമുക്ക് ആളുകൾക്ക് ഭക്ഷിപ്പിക്കാം, നോമ്പ് തുറപ്പിക്കാം, ഇതൊക്കെ ചെയ്യാം. അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 4 കാര്യങ്ങളൊരു മനുഷ്യനിലുണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗ്ഗം ഉറപ്പാണ്. 4 കാര്യങ്ങളുണ്ട്. ഒന്നും എന്താണ് അറിയുക, ഒന്ന് സലാം നന്നായി പറയാം. നമ്മൾ നോക്കി വരുമ്പോഴും പോകുമ്പോഴൊക്കെ എത്ര പ്രാവശ്യം നമുക്ക് സലാം പറഞ്ഞാൽ പിന്നെയും പറയാം എന്നെ വീണ്ടും പറയാം. നമ്മൾ അഥവാ ഫോൺ ചെയ്യുമ്പോൾ നമ്മൾ അസ്സലാമു അലൈക്കും, ഫോൺ ഇങ്ങോട്ട് ഡ്രീം എന്ന് പറയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ പറയും. നിങ്ങളെന്നെ മുഴുവൻ പറഞ്ഞ് നമ്മളെന്താ പറയുന്നത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എപ്പോൾ ഫോൺ പറഞ്ഞാലും നമുക്ക് 30 നന്മൻ്റെ പ്രതിഫലം കിട്ടും, 30 കൂലി നമുക്ക് കിട്ടും, 30 ഹുദുമലയോളം കൂലി നമുക്ക് കിട്ടും അല്ലേ. വാ അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞാൽ ആ വാവന്നെ സിയാദയാണെന്ന ഷെയ്ഖ് ഹുസൈൻ റഹ്മത്തുള്ളാഹി പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ റമളാനിൽ ഇതിനൊക്കെ കൂലി കൂടും. നമ്മൾ അമലുസ്സാലിഹാത്തിൻ്റെ മീസാൻ നിറക്കാനുള്ള മാർഗം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൈസ കൊടുക്കണ്ട, ഒരു പൈസ നന്നായി ഉഷാറായി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് കരുതി പള്ളിയിൽ ഇങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർക്കുണ്ട്. ജുമാക്കൊക്കെ വരുമ്പോഴേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും. തറാവീന് വരുമ്പോൾ ആരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറയണ്ട. പള്ളിക്ക് വരുമ്പോൾ അല്ലാഹു മഫ്തഹ് ലി അബ്വാബ റഹ്മതിക പറയാം. എന്നിട്ട് ആരെങ്കിലും അടുത്തിരിക്കുക, ഒരാളെടുത്ത് എന്നിട്ട് അയാളോട് ആൾ ഒഴിവാണെങ്കിൽ ഫ്രീ ആണെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
ഇല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ ഖുർആൻ പാരായണം മുടക്കിന് ഉത്തര കിട്ടുക. പള്ളിയിൽ കയറുമ്പോഴാണ് പറഞ്ഞത്. നിൽക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അല്ലാഹു മുഫ്തഹി അബ്വാബിൽ റഹ്മത്തിക്കുന്നു പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സദസ്സിലേക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കണം. ഈ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പറഞ്ഞാൽ നേർക്ക് അവസാനം വെച്ചു ക്ലാസ് മുടങ്ങൂലേ? അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയെ പോലെ മുഹമ്മദ് അമ്പലം റളിയല്ലാഹു പോലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് അങ്ങനെയുള്ള ക്ലാസ് വരുമ്പോൾ അങ്ങനെ സലാം പറഞ്ഞാൽ ഓരോ ശ്രദ്ധ തെറ്റിച്ചിനുള്ള കുറ്റങ്ങളുണ്ട്. അപ്പോൾ പറയേണ്ടടുത്ത് പറയാൻ പാടുള്ളൂ, അല്ലാത്തടുത്ത് പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു വളരെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യം എന്നുള്ള നിലക്കല്ല പറഞ്ഞത്, എന്നാൽ ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ജുമാക്ക് നിങ്ങൾ നോക്കി ഒരാളെ നമ്മളോട് നമ്മളടുത്ത് വന്നു, എന്തെങ്കിലും എന്താ കുട്ടി എടുക്കുന്നത്, അതെന്താ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ കുട്ടി ചിലപ്പോൾ കണ്ണട പൊട്ടിക്കാൻ പോയിട്ടുണ്ടാവും. ആ കുട്ടി എന്താ എടുക്കണമെന്ന് ചോദിച്ചാൽ ജുമാ ഭാഗത്തിലായി നമ്മളത്. അപ്പോൾ അങ്ങനെ ഓരോ എന്നാൽ സംസാരിക്കാൻ പറ്റില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അത് ഗൗരവത്തോടു കൂടി തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ചില കാര്യങ്ങൾ ചില ലഫ്സുകൾ നമ്മൾ പറയോടുകൂടി നമ്മളെ അമൽ സാലിഹത്തിന് അതിലാകും. 4 കാര്യങ്ങൾ പറഞ്ഞു. 1 സലാം പറയണം. 2 കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുക. കുടുംബബന്ധം ഊട്ടിയുറപ്പിക്കുക. എപ്പോഴും വിളിച്ചിട്ടും പറഞ്ഞിട്ടും നമ്മളെ കുടുംബബന്ധങ്ങളെ, മാതാപിതാക്കളായിട്ടുള്ള ബന്ധം, മക്കളായിട്ടുള്ള ബന്ധം, അതുപോലുള്ള ആളുകൾക്ക് ബന്ധങ്ങളൊക്കെ, അയൽവാസികളുടെ ബന്ധമൊക്കെ ഊട്ടിയുറപ്പിക്കുക. ഇതിനൊന്നും ചിലവില്ല, കൂലി കൂടുതലാണ്. ഇനി ആളുകളൊക്കെ ഉറങ്ങുമ്പോൾ എണീറ്റ് കുറച്ച് നേരം നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കരിക്കാത്ത ആൾക്കാർ, ഞാൻ എന്നോട് ആദ്യം പറയണത്, നമ്മുടെ എല്ലാവരും നിസ്കരിക്കാത്ത ഒരാൾ നമ്മുടെ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. കുറച്ചെങ്കിലും ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കാത്ത, റമദാനല്ല, റമദാൻ നമ്മൾ തറാവീഹ് നിസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഒരു 3 റക്അത്തെങ്കിലും നിസ്കരിക്കാത്ത ആൾക്കാർ നമ്മൾ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. കുറച്ച് നേരത്തെ എണീക്കേണ്ടി വരും. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് എണീറ്റ് കുളിച്ചൊക്കെ ഫ്രഷായി നിസ്കരിക്കാനുള്ള സമയം കിട്ടും. അപ്പോൾ ആളുകളൊക്കെ ഉറങ്ങുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക. ഇനി അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തോടു കൂടി സ്വർഗത്തിൽ പ്രവേശിക്കും എന്താ പറയാം. അപ്പോൾ 1 സലാം പ്രചരിപ്പിക്കുക, ഭക്ഷണം നൽകുക, വെറുതെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക ആൾക്കാർക്ക് തിന്നാൻ വേണ്ടി. അത് നോമ്പുറപ്പിക്കാം, അല്ലാതെ ചെയ്യാം, ഒക്കെ ചെയ്യാം. ബന്ധങ്ങൾ നിലനിർത്തുക 3ാമത്തെ കാര്യം. 4ാമത്തത് ആളുകളൊക്കെ ഉറങ്ങുമ്പോൾ 2 റക്അത്ത് അല്ലെങ്കിൽ എത്ര നിസ്കരിക്കുക. ആ നിസ്കരിക്കുന്നതുകൊണ്ട് അവർക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് സത്യം മാത്രം പറയാൻ വേണ്ടി ചുണ്ടി ചലിപ്പിക്കുന്നു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഈ സഹാബാക്കളൊന്നേ ഒരിക്കൽ പോലും ഒറ്റയ്ക്ക് ഇഫ്താർ തിന്നിട്ടില്ല, ഒറ്റയ്ക്ക് ഇഫ്താർ കഴിച്ചിട്ടില്ല, നോമ്പ് തുറന്നിട്ടില്ല. ആരെങ്കിലും പാവങ്ങൾ, മിസ്കീനുകൾ അവരുടെ കൂടെ ഉണ്ടാവുന്നതാണ്. അങ്ങനെയാണ് നോമ്പ് തുറന്നിട്ടില്ല എന്നുള്ളത്. ദരിദ്രന്മാരുണ്ടാവും, അനാഥരുണ്ടാവും, യാത്രക്കാരുണ്ടാവും, ഇവരൊക്കെ ഇവരോട് കൂടി ഇഫ്താറിനുണ്ടാവുന്നതാണ്. അപ്പോൾ ഇഫ്താർ എന്ന് പറഞ്ഞാൽ ദരിദ്രന്മാർക്ക് മാത്രമല്ല, വേറെ വിഷയം. ഇഫ്താർ പറഞ്ഞാൽ എല്ലാവർക്കും, മുതലാളിമാർക്കും വരാം, മിസ്കീനും വരാം. നോമ്പുള്ള ആൾക്കാരാണ് ഇഫ്താർ എന്ന് പറഞ്ഞത്. നോമ്പ് തുറപ്പിക്കുക കൂലി. ഒരാൾ നമ്മൾ നോമ്പ്, ഈ നാട്ടിലെ ഏറ്റവും വലിയ മുതലാളി നമ്മൾ നോമ്പ് തുറപ്പിച്ചാൽ അതിന് കൂലി നമുക്ക്, അത് ആ നോമ്പ് തുറപ്പിക്കണേനാണ് കൂലി, അല്ലാതെ പാവങ്ങൾക്ക് മാത്രമല്ല നോമ്പ് തുറപ്പിക്കേണ്ടത്. നോമ്പ് തുറപ്പിക്കണേന് അതിനാണ് കൂലി എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മളെ ഇഫ്താറുകൾ എങ്ങനെ ആയിരിക്കണം, അതുപോലെ തന്നെ സേവന മനോഭാവം വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കൈയാണ് പിടിച്ചാൽ കൊണ്ടു കൊടുക്കണം, അതുപോലെ അങ്ങനെയുള്ള സഹകരണങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. പള്ളിയിൽ കൊണ്ടുപോകാൻ വാഹനജാത ആൾക്കാർക്ക് വാഹനത്തിന് കയറ്റുക, അങ്ങനെയൊക്കെ ചെയ്യാം. പല സൽക്രമങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ഈ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നന്മകൾ ഒരുപാട് ചെയ്യാൻ പറ്റുന്ന സമയം. ഞാൻ വളരെ പ്രധാനപ്പെട്ടത് മാത്രമാണ് പറഞ്ഞത്. പിന്നെ അൽ ജന്നത്തു അഖ്റബു ഇലാ അഹദിക്കും മിൻ ഷിറാഖിൻ അലിഹി എന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വർഗം എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ്. നരകം എന്ന് പറഞ്ഞാലും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ ഏറ്റവും അടുത്താണ്. അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് സ്വർഗം വാങ്ങാൻ പറ്റുമോ ആ സ്വർഗം നമുക്ക് നേടിയെടുക്കാൻ ചെറിയൊരു നന്മ ചെയ്താൽ മതിയാവും. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലൊരു വിവരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ, മുസ്ലിങ്ങൾക്ക് പ്രയാസകരമാകുന്ന ഒരു മരത്തിൻ്റെ കൊമ്പ് പൊട്ടിച്ചിട്ട കാരണത്താലാണ് അത് സ്വർഗത്തിലായതെന്നാണ്. അപ്പോൾ സ്വർഗത്തിൽ പോകുന്ന ഒരു കാരണം നമ്മളെ വീട്ടിലേക്കുള്ള വഴി, അല്ലെങ്കിൽ നമ്മളെ വഴിയിലുള്ള ഒരു ഉപദ്രവം നമ്മൾ എടുത്തിട്ടാൽ, ഇപ്പോൾ നമ്മൾ പള്ളികളിലൊക്കെ വല്ല ക്ലീനക്സോ വല്ല മോശപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളെ കാണുകയാണെങ്കിൽ നമ്മളിങ്ങനെ മുടിച്ചുകൊണ്ട് നമ്മളെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടാക്കിയല്ല വേണ്ടത്. നഖത്തിൻ്റെ പൊട്ട് ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്ത് വിടുകയാണെങ്കിൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും. അങ്ങനെ ഓരോ കാര്യങ്ങളിലും ഒരു തിന്മ ചെയ്താലോ അതിനും വലിയ പിന്നെ വൈലുള്ളി കുല്ലി ഹുമസത്തിൽ ഹുമസ നമുക്ക് എല്ലാവർക്കും പറയുന്ന സുഹൃത്താണ്.
ഹുമസ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ കാട്ടിയിട്ടുള്ളൂ, നാട്ടില്ലേ വലിയ വലിയ ഹുമസ അങ്ങനെ കാട്ടി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ ലുമസ എന്ന് പറഞ്ഞാലോ കണ്ടില്ലേ, കുട്ടി കുർക്കാസ് പോണ്, അടികുളം പോകണ്ടില്ലേ, ദേശീയക്കാരൻ പോകണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ആളെ കുറിച്ച് പറയാം. മറ്റേത് ആകെ കാണിച്ചിട്ടുണ്ട്. ഓൽക്കാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഏറ്റവും വലിയ ശിക്ഷ ഓൽക്കാണുള്ളത് അല്ലേ. വലിയ കുല്ലി ഹുമസത്തിന് വൈലാറിന് ഓൽക്കാണുള്ളത്. അല്ലതി ജമാമാലം വാദ്യത യസവന്നമാലഹു ഖലദ എല്ലാലയും അതിന് ഒക്കെ പറഞ്ഞിട്ട് പറയാം. നാറുല്ലാഹിൽ മുഖദ എന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കത്തിയാളുന്ന അഗ്നിയാണ് അവർക്കുള്ളത്. അല്ലത്തി തത്തലു അലൽ അഫിദ, ഹൃദയത്തെ പോലും കാർന്നെടുക്കുന്ന അഗ്നിയാണതെന്നാണ്. അപ്പോൾ ആ നരകത്തിലേക്ക് പോകാതിരിക്കാൻ അപ്പോൾ ചെറിയ തെറ്റ് മതി. നമ്മൾ പറയല് തെറ്റ് അള്ളാഹു ഒക്കെ പൊറുക്കും, സംഗതി ശരിയാണ്. പക്ഷെ ആ തെറ്റുകൊണ്ട് നരകത്തിൽ പോകാനും കാരണമാകുമെന്നുള്ളത് കൊണ്ട് അത്തരത്തിലുള്ള തെറ്റുകൾ വരുന്നത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ നോമ്പ് കാലത്ത് ഇതൊക്കെ നമ്മളെ മെരുക്കിയെടുക്കാൻ നല്ലൊരു സമയമാണ്. കളവ് പറയലും അതുപോലെ തന്നെ നമ്മളെ ബിസിനസ്സിൻ്റെ കാര്യത്തിലും നമ്മൾ മറ്റു കാര്യങ്ങളും എല്ലാം സൂക്ഷ്മത പുലർത്താൻ പറ്റുന്ന നല്ലൊരു സമയവും സന്ദർഭമാണ്. ആരോടും കളവ് പറയാതെ ആരെയും പറ്റിക്കാതെ നല്ല നിലക്ക് ജീവിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ശിർക്കും വിദേഹത്തും നമ്മളിൽ വരാതെ നമ്മൾ പ്രത്യേകമായി സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. നമുക്കറിയാം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും തൻ്റെ പിതൃവിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഉപ്പാനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആസിയ ബീവിക്ക് ഭർത്താവിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. നൂഹ് നബി അലൈഹി സ്വലാമിനും ലൂത്ത് നബി അലൈഹി സ്വലാമിനും തൻ്റെ മക്കളെയും സഹധർമ്മിണിമാരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഇബാദത്ത്. എൻ്റെ അമ്മ 10 കത്ത് ഓതും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ വാപ്പ 10 കത്ത് ഓതും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഓരോരുത്തരും നമുക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി വെക്കുക. ഓരോരുത്തരും അവനവൻ്റെ നന്മയിലേക്ക് മത്സരിച്ച് മുന്നേറുക. ഈ റമദാൻ മാസം തീർച്ചയായും നമുക്ക് അതിനുള്ളൊരു അവസരമാണ്. ഇതിൽ പ്രത്യേകമായി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അവ്യക്തതകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള ഒരു 10 മിനിറ്റ് നമുക്ക് തരാം. കഴിഞ്ഞാൽ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ 5:30 to 6:30 വരെ ആയിരിക്കും കൃത്യമായി നമ്മൾ ക്ലാസ് ആരംഭിക്കും. 5:30 5:35 ആവില്ല. ഇന്ന് ഞാനായതുകൊണ്ട് എൻ്റെ ശബ്ദത്തിന് കുറച്ച് പ്രയാസം ഉണ്ടായതുകൊണ്ട് ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുന്ന ഇനീഷാക്ക് ശേഷം 5 മിനിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ സംസാരം. ഇവിടെ തുടക്കമാണ്. സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ സൗകര്യം ഇന്ന് കുറവാണ്. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ നമുക്ക് റെഡിയാക്കാം. എന്തെങ്കിലും അവ്യക്തതയോ സംശയം സംസാരിച്ചതിന് എന്തെങ്കിലും നമുക്ക് ചോദിക്കാം. അതല്ലാത്ത സംശയങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണ്ട, ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. അതിന് പണ്ഡിതന്മാർ 3 അഭിപ്രായങ്ങളെ പറഞ്ഞു. ഒന്ന്, നമ്മൾ സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആളുകൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഒന്ന് അഭിപ്രായം. മറ്റൊരു സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ അതോടുകൂടി അത് പറയുക, അതോടൊപ്പം റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയാം. മറ്റൊന്ന് സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ ഈ റബ്ബനാ വലക്കൽ ഹംദ് അതുപോലെ തന്നെ സമീഅ അല്ലാഹു ലിമൻ ഹമിദ പിന്നെ ഏത് ദിക്റുകളും ദുആകളും അതിന് നിശ്ചയിക്കപ്പെട്ട ദിക്റും ദുആയും അല്ലാതെ തന്നെ വേറെ ഏത് ദിക്റും ദുആയും ആ സമയത്ത് പറയാൻ രണ്ടും നമുക്ക് സ്വീകരിക്കും. നമ്മൾ കർമ്മങ്ങൾ ചെയ്ത് ഒരു ചെറിയ ഒരു സൂസിൽ കുറച്ച് വെള്ളം കൊടുത്ത കാരണം തന്നെ ഒരു പെണ്ണ് സ്വർഗത്തിലാണ് പറഞ്ഞത്. അത് സ്വർഗത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അതൊരിക്കലും പിന്നോട്ട് മാറില്ല എന്നതുപോലെ നമുക്കൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവും, അള്ളാഹ്ക്കറിയാം മുൻകൂട്ടി. പക്ഷേ ഈ കർമ്മങ്ങൾ കൊണ്ട് മാറ്റിമറിയും. അതുപോലെ തന്നെ പ്രാർത്ഥന കൊണ്ട് നമ്മളെ വിധി മാറ്റിമറിക്കാൻ കഴിയും. നമ്മളെ അള്ളാഹു നരകത്തിലേക്ക് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും. ആ തീരുമാനം നമുക്ക് ആയുസ് കുറച്ചേ കിട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അർശ് തട്ടുന്നൊരു പ്രാർത്ഥന നമ്മളതുണ്ടാവും. അപ്പോൾ നമ്മൾ വാങ്ങിനും ഇഖാമത്തിനുണ്ടായുള്ള പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന സമയമാണ്. ആ സമയത്ത് ഖുർആൻ ഓതുന്നതിനേക്കാളും പ്രതിഫലം പ്രാർത്ഥിക്കണേനാണ്. ഷെയ്ഖ് ഹുസൈൻ റഹ്മത്തുള്ളാഹി ചോദിക്കുന്നുണ്ട്, ആ സമയത്ത് പ്രാർത്ഥിക്കാണോ വേണ്ടത് ഖുർആൻ ഓതുക വേണ്ടത് ചോദിക്കുന്നു. അപ്പോൾ ഖുർആൻ ഓതല്ല അപ്പോൾ വേണ്ടത്, പ്രാർത്ഥിക്കാൻ വേണ്ടത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്.
ആ നിശ്ചിത സമയം, വെറുതെ കൂടിയിട്ടില്ല, ആ നിശ്ചിത സമയം അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ഉത്തരം കിട്ടുന്ന സമയം ഉണ്ടാവും. ആ സമയത്തിലൊരു പ്രാർത്ഥനയായിരിക്കും നമ്മളെ സ്വർഗത്തിലേക്ക് പഠിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ നിർത്താം. ഇനിയൊന്നുമില്ലല്ലോ. പിന്നെ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായി ഷെഡ്യൂൾ ചെയ്തിട്ടാണ്. ഇത് വളരെയധികം പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ 30 ദിവസം മുഴുവനായിട്ട് കേൾക്കാനുള്ളൊരു തോഫീക്ക് ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ റമദാനിൽ ജീവിക്കുന്ന മൊത്തം ഒരു തുടക്കം എന്നുള്ള നിലക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചെന്നുള്ളൂ. ബാക്കി നാളെയുള്ള ദിവസങ്ങൾ മുഴുവൻ തൗഹീദും റിസാലത്തും ആഖിറത്തും മുഴുവനായി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്ലാനോട് കൂടെ പദ്ധതി വിഷയമൊക്കെ ശരിക്ക് ഫുട്നോട്ട് കൊടുത്ത് ഇന്ന വിഷയം തന്നെ പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയിക്കുന്നത്. നല്ലോണം പഠിച്ചുകൊണ്ടാണ് ആ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് വന്ന ആളുകൾക്ക് 2 രീതിയിൽ മുതലാകും. ഒന്ന്, ഈ ഒരു മണിക്കൂർ നമ്മൾ സ്വർഗത്തിലായിരിക്കുന്നത്. പിന്നെ നമുക്ക് നാളെ പരലോകത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് രേഖപ്പെടുത്തും. നല്ലൊരു നോമ്പ് തുറന്നുകൊണ്ടിരുന്ന് പോവുകയും ചെയ്യാം സമാധാനത്തോടു കൂടി, സന്തോഷത്തോടെ. പിന്നെ ആണെങ്കിൽ തറാവി നിസ്കരിക്കാം. ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയും നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടാവും. നമ്മുടെ പരിസരത്തൊക്കെ എല്ലായിടത്തും നിസ്കരിക്കാൻ അവസരമുണ്ട്. ഓരോരുത്തർക്കും പറ്റുന്ന സൗകര്യം അനുസരിച്ച് ഓരോരുത്തർക്ക് അവിടെയൊക്കെ പോകാം. എല്ലാവരും എവിടെ നിസ്കരിച്ചാലും കൂലിയാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ.